ന്യൂസിലേക്ക് സ്വാഗതം. ബിജെപിയെയും മറ്റ് എതിർ പാർട്ടികളെയും നാണം കെടുത്തുന്ന രീതിയിൽ തോൽപ്പിച്ച ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയുടെ അടിവേര് വരെ പിഴുതെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ പാലക്കാട് അരങ്ങേറിയത്. പാലക്കാട് നഗരസഭയിലെ ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗോവറിന്റെ പേരിട്ടതിനെതിരെ ആ തറക്കല്ലിളക്കി മാറ്റുകയായിരുന്നു മാങ്കൂട്ടത്തിൽ. ഇത്തരത്തിലൊരു RSS നേതാവിന്റെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാനം ഇവിടെ ഉയർന്നു പൊങ്ങില്ല എന്ന നെഞ്ചുറപ്പോട് തന്നെ തുറന്നടിച്ചിരുന്നു. നൈപുണ്യമാണ് യഥാർത്ഥത്തിൽ RSS സ്ഥാപകൻ വികസിപ്പിച്ചെടുത്തതെന്നും ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഈ പേരിട്ടതെന്നും വെട്ടിത്തുറന്ന് ചോദിച്ചിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ. RSSനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള തുറന്നടിക്കലുകളായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നത്. ഇതൊന്നും RSSകാർക്ക് തീരെ ബോധിച്ചിട്ടില്ല. ജനങ്ങൾക്കിടയിൽ ഒരു നേതാവ് ഇത്ര കണ്ട് ഇറങ്ങി ചെല്ലുന്നതും അവർക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ തെളിവുകളാണ് ഇതിന് പിന്നാലെ വന്ന BJPയുടെ ഭീഷണികൾ. എന്നാൽ ആ ഭീഷണികൾ വെറും ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുന്ന പോലെയാണ് മാങ്കൂട്ടത്തിന് തോന്നിയത്. RSS നേതാക്കളെ അവഹേളിച്ചാൽ പാലക്കാട് MLA കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു BJPയുടെ ഭീഷണി. എന്നാൽ അതൊന്നും കേട്ട് പേടിക്കുന്ന ഒരു ഭീരുവല്ല ഈ ജനപ്രിയ നേതാവ്. ഈ ഭീഷണിക്കുള്ള ചുട്ട മറുപടിയും രാഹുൽ നൽകി കഴിഞ്ഞു. തന്റെ കാലുള്ളിടത്തോളം കാലം ഇവിടെ കാലുകുത്തി തന്നെ ജീവിക്കുമെന്നും കാല് പോയാലും ശരി ഉടല് വെച്ച് RSSനെതിരെ തുറന്നടിക്കുമെന്ന് തന്നെയാണ് മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയത്. BJPയുടെ വാ അടപ്പിച്ച മാങ്കൂട്ടത്തിന്റെ ആ വാക്കുകളിലേക്ക് കടക്കാം. ആ വീഡിയോ ഇതാ. പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തീരുമാനിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് വെട്ടിക്കളയും എന്നാണ് ഭീഷണിയെങ്കിൽ കാലുള്ളിടത്തോളം കാലം കാലുകുത്തി തന്നെ RSSനെതിരായിട്ട് സംസാരിക്കും. ഇനി ഇവർ ഈ കാലങ്ങ് വെട്ടിയെടുത്താൽ ഉള്ള ഉടൽ വെച്ചിട്ട് RSSനെതിരെ പിന്നെയും സംസാരിക്കും. ഈ സംസാരം നിർത്തണമെങ്കിൽ ഇവർ നാവിറക്കേണ്ടി വരും. പിന്നെയും RSSനെതിരായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മാതിരി വരട്ടൊന്നും പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നത് RSSന്റെ ശാഖയെന്നല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി RSSന്റെ ശാഖയിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്ന കാലത്ത് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതിയല്ലോ. എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടോ ഒക്കെ ട്രെയിനിൽ കയറാനും അറിയാം, വന്നിറങ്ങാനും അറിയാം, പാലക്കാട് കാലുകുത്തി നിൽക്കാനും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അല്ല അത് മുനിസിപ്പൽ ഭരണകൂടത്തിന്റെ വിഷയമാണല്ലോ. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനമല്ല, ഈ പുറത്ത് നിൽക്കുന്ന BJP നേതാക്കന്മാരുടെ തീരുമാനമാണിതെന്ന് മനസ്സിലാക്കില്ല. അതിന് ഞങ്ങൾ നിയമപരമായി, ജനാധിപത്യപരമായി, രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ നേരിടും. അതിനകത്തൊന്നും ഒരു തർക്കവും വേണ്ട. അല്ല, ആ വിഷയത്തിനകത്ത് തീർച്ചയായിട്ടും തദ്ദേശ മന്ത്രിക്ക് അടക്കം ഈ വിഷയത്തിനകത്ത് അദ്ദേഹം യോജിക്കും എന്ന് ഞാൻ ആ വിഷയത്തോട് അനുകൂലിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനടക്കം നമ്മൾ പരാതി കൊടുക്കും. ഇനി രണ്ട്, ഒരു ജനപ്രതിനിധിയെ, ഒരു നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധിയാണല്ലോ ഞാൻ. അല്ലാതെ പിന്നെ ഈ ആർക്കും ആകാവുന്ന പദവിയായ BJP പ്രസിഡന്റിനെ പോലെ നൂൽ കെട്ടി ഇറക്കിയ ആളല്ലോ ഞാൻ. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ജനപ്രതിനിധിയായ ആളാണ്. അപ്പൊ അങ്ങനെ ജനപ്രതിയായ ഒരാളെ ഇത്തരത്തിൽ കാലുവിട്ടും എന്നൊക്കെയുള്ള തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്കെതിരായിട്ട് എന്ത് നടപടി കേരള പോലീസ് എടുക്കുന്നു, RSS നേതാക്കന്മാർക്കെതിരെ എന്ത് നടപടി എടുക്കുന്നു എന്ന് വളരെ കൗതുകത്തോടു കൂടി തന്നെ ഞാൻ നോക്കിക്കാണും. പോലീസിന്റെ മുന്നിൽ വെച്ചാണല്ലോ പറഞ്ഞത്. RSSനെതിരായിട്ട് സംസാരിക്കുമ്പോൾ RSSകാരൻ കാലുവെട്ടുവെന്ന് ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട് പറഞ്ഞാൽ പോലീസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം.